രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംഘടനയിലേക്ക് വന്നത് എന്ന യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി പൊതുമധ്യത്തിൽ വിളിച്ചു പറയുകയാണ്. താളുകൾ മറിക്കുകയാണ്, പുസ്തകം അടയ്ക്കുകയല്ല. നേതൃത്വം മാത്രമല്ല, സംഘടനയ്ക്കും വേണ്ടി ചോര ഒലിപ്പിച്ചവരും ജയിലിൽ പോയവരും അനവധിയാണ്. പേരാമ്പ്രയിൽ ഇപ്പോഴും 7 പ്രവർത്തകർ ജയിലിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ പുതിയൊരു തലത്തിൽ പ്രവർത്തിക്കാൻ തനിക്ക് അവസരം തന്നു എന്നാണ് കരുതുന്നത് എന്നാണ് അബിൻ വർക്കി പരസ്യമായിട്ട് പറയുന്നത്. അബിൻ വർക്കിയുടെ ഈ പ്രസ്താവനയിലൂടെ പൊളിഞ്ഞു വീഴുന്നത് ചില എതിർ പാർട്ടിക്കാരുടെ ഇല്ലാമോഹം കൂടിയാണ്. കാരണം അബിൻ വർക്കി OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതിൽ പ്രതിഷേധിച്ച് നിൽക്കുകയാണ് എന്നാണ് പലരും പറഞ്ഞു പരത്തിയത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല എന്ന് കൂടിയാണ് അബിൻ വർക്കി ഇവിടെ തെളിയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംഘടനയിലേക്ക് വന്നത്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ മുൻപിൽ ഒറ്റ മുദ്രാവാക്യം മാത്രം, ഡു ഓർ ഡൈ എന്നതാണ് മുദ്രാവാക്യം. ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കുകയാണ്. നമ്മൾ ഒന്നിച്ച ടീമായി അങ്ങ് ഇറങ്ങും. പിണറായി സർക്കാരിന്റെയും മരുമകന്റെയും ഈ കൊള്ളരുതായ്മക്കെതിരെയുള്ള അവസാനത്തെ ആണി നമ്മൾ ഒന്നിച്ചടിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഈ സർക്കാരിനെതിരെ നമ്മൾ ഒന്നിച്ചിറങ്ങിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രി കാണാനാകുമെന്നും അദ്ദേഹം പറയുകയാണ്. അതേസമയം അബിൻ വർക്കി ചടങ്ങിൽ പങ്കെടുത്തത് ദേശീയ നേതൃത്വത്തിന്റെ ഉറപ്പിന് ശേഷമായിരുന്നു. അബിൻ വർക്കിയും 40ഓളം ഭാരവാഹികളും ദേശീയ അധ്യക്ഷരുമായി രാവിലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ യൂത്ത് കോൺഗ്രസ് ചുമതലയുള്ള AICC പ്രതിനിധിയും പങ്കെടുത്തു. മസ്കറ്റ് ഹോട്ടലിൽ രാവിലെയായിരുന്നു ചർച്ച നടന്നത്. അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ പ്രതിഷേധം അറിയിച്ച് പരിഹാരം ഉറപ്പു നൽകിയതിനു ശേഷമാണ് അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തത്. അബിൻ വർക്കിയുടെ തകർപ്പൻ പ്രസംഗത്തിലേക്ക് പോകാം. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ്. എപ്പോഴും ഒരു കാലഘട്ടത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ടേണിംഗ് ദ പേജ്, നോട്ട് ക്ലോസിംഗ് ദ ബുക്ക് എന്നുള്ളതാണ്. നമ്മൾ താളുകൾ മറയ്ക്കുന്നതാണ്, പക്ഷേ പുസ്തകങ്ങൾ അടയ്ക്കാറില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു സംഘടനയിൽ പുതിയ നേതൃത്വം വരുമ്പോൾ അതൊരു പുതിയ താളുകൾ മറയ്ക്കുന്ന ഒരു മുഹൂർത്തമാണ്. ആ സംഘടന എങ്ങനെയാണോ മുന്നോട്ട് പോയത് അത് അതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന സമര പോരാട്ടങ്ങളുണ്ട്. അത് നിങ്ങൾ കാണുന്ന നേതൃതലത്തിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല, അല്ലെങ്കിൽ അതിലധികമായി ഈ സംഘടനയ്ക്ക് വേണ്ടി അടികൊണ്ടവരും ചോരയൊലിപ്പിച്ചവരും ജയിലിൽ പോയവരും അനവധിയാണ്. ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചുമതലയേൽക്കൽ നടക്കുമ്പോൾ തന്നെ പേരാമ്പ്രയിൽ നമ്മുടെ 8 സഹപ്രവർത്തകർ ജയിലിലാണ്. നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ജയിലിലാണ്. നമ്മുടെ എത്രയോ സഹപ്രവർത്തകർ ഇപ്പോഴും അടികൊണ്ട് അവശരായി കിടക്കുന്നുണ്ട്. ഇന്നും ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എന്ന പേരിൽ, അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുമെന്ന ഭയത്തിൽ കേരളത്തിലെ പോലീസ് കരുതൽ തടങ്കലിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ചു വച്ച ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചുമതലയേൽക്കൽ ചടങ്ങ് ഇപ്പോൾ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സമര പോരാട്ടം അത് നയിക്കപ്പെടേണ്ടത്, അത് തുടരേണ്ടത്, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് ലഭിച്ച ഈ സ്ഥാനലബ്ധി എനിക്ക് ദേശീയ നേതൃത്വം പുതിയൊരു തലത്തിൽ പ്രവർത്തിക്കാൻ അവസരം തന്നു എന്നുള്ളതാണ് ഞാൻ കരുതപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം സെക്രട്ടറിയായി തുടങ്ങി സംസ്ഥാന ഉപാധ്യക്ഷനും ഇന്ന് ദേശീയ സെക്രട്ടറി ആകുമ്പോഴും KSUവിൻ്റെ ഒരു യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി അതിന്മേലെ NSUവിൻ്റെ ദേശീയ സമിതി അംഗമായും ദേശീയ സെക്രട്ടറിയായി മാറാൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊക്കെയുള്ള ഒരേ ഒരു വികാരവും ഒരേ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരേ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീ രാഹുൽ ഗാന്ധിയോട് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രീ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ സംഘടനയിൽ, ഈ ജനാധിപത്യവൽക്കരിച്ച ഈ സംഘടനയുടെ ഭാഗവാക്കായത് എന്ന് ഞാൻ ഇപ്പോഴും കരുതുകയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിലൂടെ നമ്മളൊക്കെ കടന്നു വരുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ ഉൾക്കാഴ്ചയുണ്ട്. ആ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നത്. ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പുതിയ കമ്മിറ്റിക്ക് സ്ഥാനമേൽക്കേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കമ്മിറ്റി നടത്തി വന്ന എല്ലാ പരിപാടികളും, എല്ലാ ക്യാമ്പയിനുകളും അത് അതിലും ശക്തമായി തന്നെ നടത്താൻ ഈ പുതിയ കമ്മിറ്റിക്കും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട OJ ജനീഷിൻ്റെ നേതൃത്വത്തിൽ, ജനീഷ് KSU കാലഘട്ടം മുതൽ എൻ്റെ സഹപ്രവർത്തകനായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. ഞങ്ങൾ ഒരേ സമയത്ത് KSUവിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ വ്യക്തിയാണ്. അതിനും ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹമാകുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഞാൻ സേവനമനുഷ്ഠിച്ച ആളാണ്. ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ ഞങ്ങൾ ഒരുമയായി പ്രവർത്തിച്ചവരാണ്.
പ്രിയപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ ഉൾപ്പെടെയുള്ള ആളുകളും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, നമുക്ക് മുന്നിലുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത മെയ് മാസത്തിന്റെ പൊൻപുലരിയിൽ ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഈ സംസ്ഥാനത്തിന്റെ രാജ്ഭവനിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സംശയം വേണ്ട, നമ്മുടെ മുന്നിലുള്ള മുദ്രാവാക്യം അത് ഡു ഓർ ഡൈ എന്നുള്ളതാണ്. ആ ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു ടീമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ ടീമിന്റെ മുന്നേറ്റമായിരിക്കും പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടം വിലയിരുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇന്നലകളിൽ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത്, നാളുകളിലും അതിശക്തമായി തന്നെ നമ്മൾ മുന്നോട്ടുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ശ്രീ ഒ ജെ ജനീഷും പ്രിയപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിലും പ്രിയപ്പെട്ട ശ്രീ കെ എം അഭിജിത്തും അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട ദേശീയ ഭാരവാഹികൾ ജിൻഷാദ് ജിന്നാസും അതുപോലെ തന്നെ ശ്രീലാൽ ശ്രീധറും പ്രിയപ്പെട്ട എൻ്റെ ദേശീയ ഭാരവാഹികൾ അടക്കമുള്ളവർ നമ്മളെല്ലാവരും കൂടെ ഒരു ഇറങ്ങി ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനമാണ് നമ്മൾ ഒന്നിച്ചടിക്കും എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും 1000 ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പുതിയതായി ചുമതലയേൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ്